everyone, welcome to G-Board Class 9. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Boardന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നമുക്കിനി നോക്കാനുള്ളത് എന്താടാ, ഈ ഒരു 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ത്രൂ ദ സാൻഡി എക്സ്പാൻസ് അഥവാ മണലാരത്തിലുള്ള ചാപ്റ്റർ നമ്മൾ ഒരു ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ G-Board 9ാം ക്ലാസ്സിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. ഈ ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ലൈവ് പ്ലാനുകൾ, ലൈവിന് ശേഷമുള്ള നോട്ടുകൾ, ലൈവ് ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലഭിക്കും. ഉടനെ തന്നെ എന്ത് ചെയ്തോ ജോയിൻ ചെയ്തോ. ഒരു 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സ്കൂളിൽ എടുത്തു കഴിഞ്ഞോ, ഈ ചാപ്റ്റർ പഠിക്കാൻ എങ്ങനെയുണ്ട്, ടഫാണ്, ഈസിയാണോ, സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്, ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ നമ്മൾ ഫസ്റ്റ് ഡെസേർട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഡെസേർട്ട് നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോൾഡ് ഡെസേർട്ടും ഹോട്ട് ഡെസേർട്ടും അല്ലെ. ഉഷ്ണ മരുഭൂമികളും ഉണ്ട്, ശീത മരുഭൂമികളും ഉണ്ട്. ഡെസേർട്ട് പറഞ്ഞാൽ പൊതുവെ എന്താണ്, ദ പ്ലേസ് ഇൻ ബിറ്റ്വീൻ 50 to 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ, അതായത് 15 മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ വെസ്റ്റേൺ മാർജിൻസ് അല്ലെ, ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഡെസേർട്ട് കാണാൻ പറ്റുക. ദ പ്ലേസ് വിൽ ഗെറ്റ് എ റെയിൻഫോൾ ലെസ് ദാൻ 25 സെന്റിമീറ്റർ അല്ലെ, 25 സെന്റിമീറ്റർ മഴ കുറവാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ഡെസേർട്ടാണ്. ഏത് ഡെസേർട്ട്? താർ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ താർ ഡെസേർട്ടിന്റെ ആകെ ഏരിയ എത്രയാണ്? 2 lakh സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിന് 1.75 lakh എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ സ്റ്റേറ്റ് ആണ് കൂടുതലുള്ളത്. ഈ താർ ഡെസേർട്ടിന്റെ അതിർത്തികൾ അഥവാ ബൗണ്ടറികൾ പഠിച്ചു വെക്കണം. എവിടെയാണ്? സത്ലജ് റിവർ ബേസിൻ നോർത്ത് വെസ്റ്റ് അഥവാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരാടാ? സത്ലജ് റിവർ ബേസിനാണ്. ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്താണ് ആരവല്ലി മൗണ്ടൻസ്. വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്? ഇൻഡസ് റിവർ ആണ്. സൗത്ത് അഥവാ തെക്ക് ഭാഗത്ത് ആരാണ്? റാൻ ഓഫ് കച്ച് ആണ്. ഇതിന്റെ ബൗണ്ടറീസ് അഥവാ അതിർത്തികൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, വളരെ വളരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നിങ്ങൾക്ക് 2 മാർക്കിന് എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് 9ാം ക്ലാസ് പഠിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം വളരെ ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട്, താർ മരുഭൂമിയുടെ അതിരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ക്ലാസ് 9 സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇവിടുത്തെ ഫോർമേഷൻ ആണ്. ഈ താർ ഡെസേർട്ട് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആരാണ്? നമ്മുടെ ആരവല്ലി മൗണ്ടെയ്ൻസ് ആണ്. ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വതനിര എന്ത് ചെയ്യാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിന്റെ 2 ബ്രാഞ്ചസ് ഉണ്ട്. അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. ഈ 2 ശാഖയും ആര് ബ്ലോക്ക് ചെയ്യുന്നു? ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വതനിരകൾ ബ്ലോക്ക് ചെയ്തു. ഇത് കാരണം ഇങ്ങോട്ടേക്ക് കാറ്റ് വീശാതെ മഴ പെയ്യാതെ എന്തായിട്ട് മാറി? ഡ്രൈ അഥവാ ഒരു വരണ്ട പ്രദേശമായിട്ട് മാറി. അങ്ങനെയാണ് എന്തുണ്ടായത്, ഈ ഡെസേർട്ട് അഥവാ മരുഭൂമി ഉണ്ടായത്. അത് മാത്രമല്ല, ഹൈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, വളരെ കൂടിയ അളവിൽ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ബാഷ്പീകരണം നടക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ട് ഇത് എന്തായിട്ട് മാറി, ഡെസേർട്ട് അഥവാ മരുഭൂമിയായിട്ട് മാറി. ഇനി ഇവിടുത്തെ സമ്മർ ആൻഡ് വിന്റർ സീസൺ നോക്കി വെച്ചിട്ടോ. സമ്മർ സീസൺ അഥവാ ഉഷ്ണകാലത്തെ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മാർച്ച് മുതൽ ഏകദേശം ഒരു ജൂൺ വരെയാണുള്ളത്. ഈ സമയത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, 40 to 45 ഡിഗ്രി സെൽഷ്യസ് വരെ കേട്ടോ, 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യും, ഇവിടുത്തെ ടെമ്പറേച്ചർ എത്തും. ഇവിടെയാണ് എന്തുള്ളത്, ലൂ എന്ന് വിളിക്കുന്ന ഒരു ഹോട്ട് വിൻഡ് ഇല്ലേ, ലൂ എന്ന് വിളിക്കുന്ന ഒരു ഉഷ്ണക്കാറ്റ് എവിടെ വീശുന്നുണ്ട്, ഈ സമയത്ത് ഇവിടെ വീശുന്നുണ്ട്. വിന്റർ സീസൺ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യും, ക്ലിയർ സ്കൈ, തെളിഞ്ഞ ആകാശമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യും, 5 to 10 ഡിഗ്രി സെൽഷ്യസ്, ചിലപ്പോൾ ബിക്കാനീർ, ചുരു, സിക്കാറ് പോലുള്ള സ്ഥലങ്ങളിൽ ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യാറുണ്ട്, ടെമ്പറേച്ചർ എത്താറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, the Thar desert are classified into two, മരുസ്ഥലി ആൻഡ് ബാഗർ അല്ലെ. മരുസ്ഥലി, ബാഗർ എന്നിങ്ങനെ 2 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ എന്താ, ദ ആക്ച്വൽ ഡെസേർട്ട്, യഥാർത്ഥ മരുഭൂമിയുടെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മരുസ്ഥലി. ബാഗർ എന്ന് പറഞ്ഞാൽ എന്താ, ദ സെമി അറൈഡ് റീജിയൻ, അർദ്ധ വരണ്ട പ്രദേശമാണ് എന്ത്, ബാഗർ. ഈ ബാഗറിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, സാൾട്ട് ലേക്സിലെ ഉപ്പ് തടാകങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംബാർ, പിന്നെ സർഗോൾ, ഡിഡുവാന, അങ്ങനെയുള്ള കാത്തു പോലെയുള്ള സോൾട്ട് ലേക്സ് അഥവാ ഉപ്പ് തടാകങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, 2 മാർക്കിന് എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്തെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഇതേപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകേണ്ട. അടുത്ത നമ്മൾ ഈ താർ ഡെസേർട്ട് അടക്കമുള്ള ഡെസേർട്ട് ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് അഥവാ ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ്. ഇറോഷൻ കാരണം, അതായത് ഡിഫ്ലേഷനും അബ്രേഷനും കാരണം കേട്ടോ, അപവഹനവും അതേപോലെ തന്നെ അപഘർഷണവും കാരണം ഒരുപാട് ലാൻഡ് ഫോംസ് അഥവാ ഭൂരൂപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് മഷ്റൂം റോക്സ് അഥവാ കൂൺശിലകളുണ്ട്. അതേപോലെ തന്നെ ഡിഫ്ലേഷൻ ഹോളോസ് അഥവാ അപവഹന ഗർത്തങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ. മഷ്റൂം റോക്സ് അഥവാ കൂൺശിലകൾ, ഡിഫ്ലേഷൻ ഹോളോസ് അഥവാ അപവഹന ഗർത്തങ്ങൾ എങ്ങനെ ഉണ്ടാകുന്ന എക്സാമിന് ചോദിക്കും. ഇനി ഡെപ്പോസിഷൻ കാരണം എന്തുണ്ടാകും, സാൻഡ് ഡ്യൂൺസ് അഥവാ മണൽ മേടുകൾ
അല്ലെങ്കിൽ മണൽ കൂനകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒയാസിസ് അഥവാ മരുപ്പച്ച എന്താ നോക്കി വെക്കാം. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ചാലഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, എക്സ്ട്രീം ഹോട്ട്നെസ് ആണ്, നല്ല ചൂടാണ്. അതുപോലെ സ്കാൻഡി ഓഫ് റെയിൻഫോൾ, മഴയുടെ അളവ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ, വെള്ളം വളരെ കുറവാണ്. ഇതുകൊണ്ടൊക്കെ ഇവിടെ മനുഷ്യന്മാരുടെ ജീവിതം കുറവാണെങ്കിലും ഇവിടെ അഗ്രികൾച്ചർ, കൃഷിയുണ്ട്, പാസ്റ്റോറലിസം, മൃഗപരിപാലനം ഉണ്ട്, മൈനിങ് അഥവാ ഖനനുണ്ട്, എനർജി കൺസർവേഷൻ, ടൂറിസം അല്ലെ, ഊർജ്ജോൽപാദനവും വിനോദസഞ്ചാരവും ഉണ്ട് അല്ലെ. ഇവിടുത്തെ മെയിൻ പിന്നെ ഇതെന്താടാ, അഗ്രികൾച്ചർ എന്താ, ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ, വളരെ കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ള മില്ലറ്റ്സ് അഥവാ തിനവിളകളാണ്. ബജ്ര, ജോവർ പോലെയുള്ള മില്ലറ്റ്സ് അഥവാ തിനവിളകൾ എന്ത് ചെയ്യുന്നു ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പാസ്റ്റോറലിസം, അതായത് ഇന്ത്യയിലുള്ള ആകെ ഉള്ളതിൻ്റെ 10% എവിടെയാണ്, ഈ താർ ഡെസേർട്ടിൻ്റെ മെജോറിറ്റി ഏരിയയുള്ള രാജസ്ഥാനിലാണ് എന്തുള്ളത്, ഇവിടെ ആനിമൽ റിയറിംഗ് ഉള്ളത്. ഇന്ത്യയിൽ ആകെയുള്ള കന്നുകാലികളുടെ വളർത്തലിൻ്റെ 10% എവിടെയാണ്, ഈ രാജസ്ഥാൻ ഡെസേർട്ടിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഗോട്ട്, ഷീപ്പ്, ക്യാമൽ പോലെയുള്ള ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ മൈനിങ് ഉണ്ട്. നമ്മുടെ താജ്മഹൽ ഉണ്ടാക്കിയ മക്രാന മാർബിൾ അടക്കമുള്ള മാർബിളും അങ്ങനെ ഒരുപാട് മിനറൽസ് അഥവാ ധാതുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എനർജി ആൻഡ് ടൂറിസം, അതായത് ഇവിടെ എനർജി ജനറേറ്റ് ചെയ്യാൻ എന്തുണ്ട്, വിൻ മില്ലും അതേപോലെ തന്നെ സോളാർ പാനൽസും ഉണ്ട്. അതായത് കാറ്റാടി പാടങ്ങളും അതേപോലെ തന്നെ സോളാർ പാനലും ഉണ്ട്. അതായത് ടൂറിസ്റ്റ് പ്ലേസുകൾ, അതായത് ജയ്സൽമീറിലെ ഫോർട്ട്, അജ്മീർ, അതേപോലെ ഹവാ മഹൽ അടക്കമുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ഈ ഒരു ഹോംവർക്കിന് ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ചിലപ്പോൾ ഇതൊക്കെ 1 വേർഡോ 1 മാർക്കിനൊക്കെ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത്. ഇത്രയുമാണ് എന്ത്, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത്. ഇത് നമ്മൾ വളരെ ക്വിക്കായിട്ട് എന്ത് ചെയ്താണ്, റിവൈസ് ചെയ്താണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് എവിടെ കിട്ടും, എജുപോന്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വിക്കായിട്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ക്വിക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് എവിടെ കിട്ടും, എജുപോന്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ എജുപോന്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വിത്ത് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ എജുപോന്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ റെഡിയാകും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ആ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.